എല്ലാ നാട്ടുകാരും നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമുക്ക് പറയാനായിരിക്കും വേണ്ടേ. ബ്രോ FCSന്റെ സ്വിച്ച് ഉണ്ടോ? മറ്റേ എന്താ ഓൺ ഓഫ് സ്വിച്ച് FCS സെൽഫിൻ്റെ കാണിക്കാം. ഇതല്ല ബ്രോ, ഇത് FCയുടെ അല്ലേ? ഞാൻ പറയുന്നത് FCS അല്ലല്ല, അതിന് വീതി പറ. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുമ്പോൾ എനിക്ക് ഈ സ്വിച്ച് മാറ്റാനാണ്. ഇതിന് സെൽഫ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഓൺ ഓഫ് സ്വിച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടാണ് എൻ്റെ പ്ലാൻ. ഓൺ ഓഫ് സ്വിച്ചും കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിൽ സുഖമായിരിക്കും, അത്രയും പെട്രോൾ ലാഭിക്കാം. അപ്പോൾ ഈ കടയിലില്ല എന്തായാലും. ഞാൻ കഴിഞ്ഞ ദിവസം മെക്കാനിക്കിൻ്റെ അവിടെ തിരക്കിയപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കത് മാറ്റാം. ഇതാകുമ്പോൾ സെൽഫും കിട്ടും, കിൽ സ്വിച്ചും കിട്ടും. ഇതാണ് എൻ്റെ ബൈക്ക്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബൈക്ക്, ഹോണ്ട ഹോർനെറ്റ് 160R 2016-17 മോഡലാണിത്. ഞാൻ സെക്കൻഡ് എടുത്താണ്. ആദ്യത്തെ എൻ്റെ ബൈക്ക് എന്ന് പറയുമ്പോൾ MZ 160 ആണ്, 2008 മോഡൽ. സമയത്തൊക്കെ കുറേ റൈഡും കറങ്ങാനൊക്കെ എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ വീഡിയോസ് എടുക്കാനൊന്നും നിന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, ഇൻ്റർനെറ്റും എല്ലാം ഭയങ്കര ആയിട്ട് അവൈലബിൾ ആണ്. എല്ലാവരും യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്, വ്ളോഗ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്ത് കാണുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം, ഞാൻ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഷെയർ ചെയ്യണമെന്നൊരു ആഗ്രഹം. ഒരു മെമ്മറിയാണ്. ഒരു വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന അവിടെ മെമ്മറി ആയിട്ട് കിടക്കും. ഈ ചേട്ടൻ ഫോൺ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. ഫോൺ ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ തന്നെ കഴിഞ്ഞ മാസം കണ്ടെന്ന് തോന്നുന്നു ഒരാൾ ഇവിടെ വൈറ്റില പാലാരിവട്ടം റൂട്ട്, ഞാൻ ആ ബ്ലോക്കും താണ്ടി ഫ്രണ്ടിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഒരു റൈറ്റ് സൈഡിൽ കണ്ടെയ്നർ, ലെഫ്റ്റ് സൈഡിൽ ഓട്ടോറിക്ഷ. അവർക്കൊന്നും പോകാനില്ല, ഓട്ടോ പിന്നെ സ്പീഡിൽ പോകത്തില്ല, കണ്ടെയ്നറിന് പോകാനും പറ്റത്തില്ല. നോക്കിയപ്പോൾ ഒരു കാറുകാരൻ, ഒരു സ്കോഡ ഒക്ടേവിയ കണ്ടു വന്നു തോന്നുന്നു, ഉരുട്ടി പോന്ന്. എന്താ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക? അതെ കണ്ട, ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ എന്നാൽ ഒതുക്കി നിർത്തിയിട്ട് പെട്ടെന്നൊരു സഡനായിട്ട് എന്തെങ്കിലും ഒരു ആൾ അല്ലെങ്കിൽ എന്തൊരു പട്ടി പോലും കുറുക്കി ആടിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ മുന്നിൽ കുത്തി വീഴും. അപ്പോൾ ഈ കാറുകാരനെ ഞാൻ ഒതുക്കി നിർത്തിയിട്ട് ഞാൻ ചോദിക്കുകയും ചെയ്തു, ചേട്ടാ എന്തും മര്യാദയാണ്, ബാക്കിയുള്ളവരുടെ ജീവിതം എന്താ അപകടത്തിലാക്കിയിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം നോക്കാം. എന്ത് പറയാനാണ്? അല്ല, മൊബൈൽ പോയിക്കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്? അല്ല, ഞാൻ എൻ്റെ പണി തന്നെ നോക്കുന്നത്. ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ റോഡ് നിയമങ്ങൾ പാലിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ആർക്കും ഒന്നും പറ്റാൻ പോകില്ല. എല്ലാവർക്കും സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് തന്നെ. ഓക്കെ, നമ്മളിപ്പോൾ കഴുത്തുമുട്ടെത്തി. ആയിട്ട് ഇവിടെ ഒരു സ്പെയർ പാർട്സ് കൂടെ ഉണ്ട്, അവിടെ ചോദിച്ചു നോക്കാം. ചേട്ടാ, FCSന്റെ മറ്റേ കിൽ സ്വിച്ച് ഉണ്ടോ? കാണിച്ചാ പടി ഇങ്ങനെ ഇരിക്കും. ഓക്കെ, 3 ആണത്. 3 ആണോ? അതുണ്ടോ? ഇല്ല, താങ്ക് യു. അയ്യോ, മഴക്കാർ. ചേട്ടാ, FCSന്റെ വേർഷൻ 3 മറ്റേ കിൽ സ്വിച്ച് ഉണ്ടോ? മറ്റേ ഓൺ ഓഫ് സെൽഫുള്ളത്. FCS 3 ഫോട്ടോ വേണമെങ്കിൽ കാണിച്ചു. എവിടെ പോണ്ടി വരും? ഇവിടെ അടുത്ത് ഏതാണ്? എവിടെ ഇല്ല. ക്യാമറ റെക്കോർഡിങ്, ഓട്ടത്തിൽ റെക്കോർഡിങ്. പിന്നെ നമ്മുടെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും വിശ്വസിക്കേണ്ട. ചേട്ടാ, റെക്കോർഡിങ് ആയിക്കഴിഞ്ഞാൽ വിശ്വസിക്കുമല്ലോ ആൾക്കാർ, കാണിച്ചു കൊടുത്താൽ പോലെ. മനസ്സിലായോ? അതെ, എല്ലാ നാട്ടുകാരും നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമുക്ക് പറയാനായിരിക്കും വേണ്ടേ വെച്ചാണ്.
അതുകൊണ്ടല്ലേ പറഞ്ഞു തരുന്നേ. ഇപ്പൊ ഇതൊക്കെ ഇല്ലാണ്ട് പറ്റൂല കേട്ടാ നാട്ടിലും. അതെ. അപ്പോൾ FCSൻ്റെ വേർഷൻ 3 അതിൻ്റെ പേരിപ്പോഴാണ് കിട്ടിയ കേട്ടോ. FCS വേർഷൻ 3യുടെ സ്വിച്ച് സർവീസ് സെൻറ്ററിൽ തന്നെ പോയി ചോദിക്കണം. ഇപ്പോൾ എത്ര കഴിഞ്ഞ്? 4:30 കഴിഞ്ഞു. ചേച്ചിയുടെ കൈ ഒടിച്ച് കിടക്കുന്നു പാവം. ഒരു കുറവുമില്ല. ഇങ്ങനത്തെ ആൾക്കാരെയാണ് സമ്മതിക്കേണ്ടത്. കൈ കാണിച്ചു കൊടുക്കുന്നത് അപ്പുറത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അവന്മാരെ പൊക്കണമായിരുന്നു, പൊക്കിയിട്ട് ഫൈൻ അടിപ്പിക്കണം, എന്നാലും അവന്മാർ നന്നാകത്തുള്ളൂ. സഹായിക്കാനായിട്ട് കുറേ കളവന്മാർ കണ്ടോ മോനെ. സ്നാപ്പ് സ്നാപ്പ് സ്നാപ്പ്. ആ ഭാഗത്ത് മഴ പെയ്യണ്ടല്ലോ. വിട്ടുകൊടുത്താലോ? കുണ്ടുന്നിൽ ആ ഭാഗത്തൊന്നും മഴയില്ല. മിക്കവാറും മഴ കൊള്ളുന്ന സാധ്യതയുണ്ടല്ലോ. ഉണ്ടോ? ഈ ഒരു ഭാഗത്ത് മൊത്തം മഴയാണ്. മഴയാകുമ്പോഴേ ഉള്ള കുഴപ്പം വെച്ചിട്ട് എനിക്ക് മൈക്ക് അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റൂല. ഓ ഷിറ്റ്. റൈറ്റ് ഗൈസ്, നമുക്ക് പരിപാടി പിന്നത്തേക്ക് വെക്കാം കേട്ടോ. ഇപ്പോഴത്തേക്ക് നമുക്കിവിടെ നിർത്തിയിട്ട് അടുത്ത ദിവസം ഞാൻ പോയി മേടിച്ചോളാം. ഓക്കെ. ഫോണിൽ കൂടെ സംസാരിച്ചിട്ടാണ് മിക്കവരും കാർ ഓടിക്കുന്നത്. എന്ത് ചെയ്യാനല്ലേ? അടുത്ത ആള് ചേട്ടാ ഫോൺ വെച്ചിട്ട് ഓടിക്കേട്ടാ, ഫോൺ വെച്ചിട്ട് ഓടിക്ക്. കൊള്ളാം. പിന്നെ കൊള്ളാം. ഇല്ലാത്ത വഴി കൂടെ കുത്തിക്കയറ്റിക്കൊണ്ടിട്ട് ലാസ്റ്റിനെ ആയിരിക്കുന്നു. അടാ ഇത്രയും വീതി കുറഞ്ഞ റോഡാണ്. ആ വലിയ പാലത്തിൽ നിന്ന് വരുന്നത് ഈ വീതി കുറഞ്ഞ റോഡിലേക്കാണ്. എന്ത് ചെയ്യാനാണ്? അത് കുത്തിപ്പൊളിഞ്ഞ റോഡ്. പിന്നെ എങ്ങനെയാണ് വണ്ടി നീങ്ങുന്നത്? അവർ ഉരുട്ടിയല്ലേ പോകാൻ പറ്റുള്ളൂ. Thank you for watching my video. If you like this video, please like and subscribe. Press the bell icon for notification from this channel. Until then, TPR signing off. Over and out.